നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തുരുമ്പിച്ച പാതകളിൽ നിന്നും ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് വേഗം പകരുന്ന അതിവേഗ ഇടനാഴികളിലേക്കുള്ള ഭാരതീയ റെയിൽവേയുടെ പരിവർത്തനം കേവലം ഒരു വികസന ചരിത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിന്റെ കഥയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ റെയിൽവേ കൈവരിച്ച പുരോഗതിയെ ഒരു മനുഷ്യരൂപമായി സങ്കല്പിച്ചാൽ അത് പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ വെടിഞ്ഞ് ആധുനികതയുടെ പടച്ചട്ടയണിഞ്ഞ ഒരു പോരാളിയെ പോലെയാണ്. ഒരു കാലത്ത് വൈകിയെത്തുന്ന തീവണ്ടികളും വൃത്തിഹീനമായ പ്ലാറ്റ്ഫോമുകളും റെയിൽവേയുടെ മുഖമുദ്രയായിരുന്നെങ്കിൽ ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ നീലയും വെള്ളയും കലർന്ന നൈർമല്യമാണ് ആ മുഖത്ത് പ്രതിഫലിക്കുന്നത്. ഭാരതത്തിന്റെ ഹൃദയമിടിപ്പായ റെയിൽവേയുടെ സിരകളിൽ പുതിയ രക്തം ഓടിത്തുടങ്ങിയത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലാണ്. നിശബ്ദമായി കിടന്ന റെയിൽ പാതകളിലൂടെ വന്ദേ ഭാരത് എന്ന നവയുഗ വിസ്മയം പാഞ്ഞു തുടങ്ങിയപ്പോൾ അത് കേവലം ഒരു യാത്രയല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു പ്രഖ്യാപനമായി മാറി. തദ്ദേശീയമായി നിർമ്മിച്ച ഈ ട്രെയിനുകൾ സുഖസൗകര്യങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ആഗോള നിലവാരത്തോടാണ് മത്സരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ രാജ്യത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെടുന്ന അമൃത് ഭാരത് പദ്ധതി റെയിൽവേയുടെ ശരീരത്തിന് ഒരു പുതിയ ഭംഗി നൽകി. സുരക്ഷയുടെ കാര്യത്തിലും ഈ മാറ്റം പ്രകടമാണ്. കവചം എന്ന സുരക്ഷാ കവചം റെയിൽവേയുടെ ഇന്ദ്രിയങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നു. ഇത് അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നു. പഴയകാലത്തെ മന്ദഗതിയിലുള്ള വൈദ്യുതീകരണത്തിൽ നിന്നും മാറി ഇന്ന് രാജ്യം മുഴുവൻ ഒരു വൈദ്യുതി ശൃംഖലയാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ഗ്രാമത്തെയും നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാതകൾ ഇന്ന് വെറും യാത്രാമാർഗങ്ങളല്ല, മറിച്ച് സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തികളാണ്. കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഭാരതീയ റെയിൽവേയുടെ തലപ്പെരുമയായി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു. 2014 മുൻപുള്ള റെയിൽവേയുടെ വികസനത്തിനായി പ്രതിവർഷം ചെലവഴിച്ചിരുന്ന മൂലധന നിക്ഷേപം കേവലം 45,000 കോടി രൂപയ്ക്കും 54,000 കോടി രൂപയ്ക്കും ഇടയിലായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം പാടെ മാറി. 2024-25 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം റെയിൽവേയുടെ നട്ടെല്ല് ബലപ്പെടുത്താനായി 2.62 ലക്ഷം കോടി രൂപയാണ് സർക്കാർ നിക്ഷേപിക്കുന്നത്. ഈ 5 ഇരട്ടി വർധനവ് റെയിൽവേയുടെ ശരീരത്തിന് പുതിയ ഊർജവും പേശിബലവും നൽകിയിരിക്കുന്നു. വേഗതയുടെ കാര്യത്തിൽ പഴയ റെയിൽവേ ഒരു കിതക്കുന്ന യാത്രക്കാരനായിരുന്നു. 2014 മുൻപ് പ്രതിദിനം ശരാശരി 4 കിലോമീറ്റർ പാതകൾ മാത്രമാണ് പുതുതായി നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇന്നത് പ്രതിദിനം 14.5 കിലോമീറ്റർ എന്ന് വിസ്മയിപ്പിക്കുന്ന വേഗതയിലേക്ക് ഉയർന്നിരിക്കുന്നു. പാതകളുടെ വൈദ്യുതീകരണത്തിന്റെ കാര്യത്തിലും ഈ മാറ്റം പ്രകടമാണ്. ഒരു ദശാബ്ദം മുൻപ് പ്രതിവർഷം വെറും 600 കിലോമീറ്റർ പാതകൾ മാത്രം വൈദ്യുതീകരിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ഓരോ വർഷവും 6,000 കിലോമീറ്ററിലധികം പാതകൾ മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി കമ്പികളാൽ ബന്ധിക്കപ്പെടുന്നു. ഇന്ന് രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 100% വൈദ്യുതീകരണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്നത് റെയിൽവേയുടെ പരിസ്ഥിതി സൗഹൃദമായ പുതിയ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകൾ പൂർത്തിയായതോടെ ചരക്ക് തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ നിന്ന് 75 കിലോമീറ്ററായി വർദ്ധിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദുർഘടമായ മലനിരകളിലൂടെയും കാശ്മീരിലെ മഞ്ഞു പുതച്ച താഴ്വാരങ്ങളിലൂടെയും ഇന്ന് റെയിൽവേ കടന്നു ചെല്ലുന്നത് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെയാണ്. പഴയകാലത്തെ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ ഉപേക്ഷിച്ച് കൃത്യനിഷ്ഠതയും ആധുനികതയും മുഖമുദ്രയാക്കുകയാണ് ഇന്ന് റെയിൽവേ. അതിവേഗ ട്രെയിനുകൾക്കായുള്ള കാത്തിരിപ്പ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ റെയിൽവേയുടെ ഈ പരിവർത്തനം സാധാരണക്കാരന്റെ ജീവിതത്തെയും സ്പർശിക്കുന്നു. പ്ലാറ്റ്ഫോമുകളിലെ ഡിജിറ്റലൈസേഷനും ഭക്ഷണത്തിലെ ഗുണനിലവാരവും ശുചിത്വവും റെയിൽവേയുടെ പെരുമാറ്റ ശൈലിയിൽ വന്ന കാതലായ മാറ്റങ്ങളാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ റെയിൽ ശൃംഖലയുമായി കൂടുതൽ ദൃഢമായി ബന്ധിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ഭൂപടത്തിലെ ഓരോ കോണും ഇന്ന് റെയിൽവേയുടെ ഈ പുതിയ കരുത്തിൽ പങ്കുചേരുന്നു. സ്വപ്നങ്ങൾക്ക് വേഗതയും ലക്ഷ്യങ്ങൾക്ക് വ്യക്തതയുമുള്ള ഒരു പുതിയ ഭാരതത്തിന്റെ പ്രതീകമായി റെയിൽവേ ഇന്ന് മുന്നോട്ട് കുതിക്കുകയാണ്.